വയനാട് വീടുകൾ നിർമ്മിക്കാൻ കോൺഗ്രസ് ഏറ്റെടുത്ത കുന്നംപറ്റിയിലെ ഭൂമിയിലേക്കുള്ള വഴിയിൽ ബോർഡ് സ്ഥാപിച്ച് ഡിവൈഎഫ്ഐ. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ നിന്നും കുന്നംപറ്റിയിലേക്ക് ബൈക്ക് റാലിയായി എത്തിയാണ് ബോർഡ് സ്ഥാപിച്ചത്. കോൺഗ്രസിന്റെ ജീർണതയുടെ മുഖം തുറന്നു കാണിക്കാനാണ് ബോർഡ് സ്ഥാപിച്ചതെന്ന് വസീഫ് പറഞ്ഞു. അത് ആരുടെ വാക്കാണ്? ഞങ്ങളുടെ വാക്കല്ല, സാക്ഷാൽ KPCC പ്രസിഡന്റിന്റെ വാക്കാണ്. VD സതീശൻ പണി തുടങ്ങിയെന്ന് പറഞ്ഞു. KPCC പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് പണിയേ കിട്ടിയിട്ടുള്ളൂ, അത് പൂർണ്ണമായും കൊടുത്തിട്ടില്ല എന്ന്. അതുകൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണതയുടെ ഒരു രൂപമാണ്, പുതിയ മുഖമാണ്. ആ മുഖം ജനങ്ങളെ കാണിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശമാണ് ഞങ്ങളിപ്പോൾ നടത്തിയത്. ഞങ്ങളിവിടെ ഒരു പെർമനന്റ് ബോർഡ് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ ജീർണിച്ച കോൺഗ്രസ് ആണ്. അവരിത് കാണിക്കേണ്ടതുണ്ട്. വിവരങ്ങളുമായി ലിൻഡോ ജോസഫാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. ലിൻഡോ, അല്പസമയം മുൻപാണ് വസീഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് തന്നെ ഇപ്പോൾ ചെയ്തു കാണിച്ചു. ഈ ബോർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അഞ്ജലി, അല്പസമയം മുമ്പാണ് കൽപ്പറ്റയിൽ നിന്നും ബൈക്ക് റാലിയായി എത്തി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐയുടെ ഈ കുന്നംപറ്റിയിലെ കോൺഗ്രസ് ഏറ്റെടുത്ത ഭൂമിക്കയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 230 വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് വാങ്ങി എന്ന് പറയുന്ന 3.5 ഏക്കർ ഭൂമിയിലേക്കുള്ള വഴി. അതിന് താഴെ ബ്രാക്കറ്റിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. പണം പൂർണ്ണമായും കൊടുത്തിട്ടില്ല. ഇത്തരത്തിലുള്ളൊരു ബാനറാണ്, ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ ബാനർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് വി വസീഫ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ജീർണതയെ പൂർണ്ണമായും തുറന്നു കാട്ടേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമായിട്ടാണ് ഈ ബാനർ സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി പൂർണ്ണമായും നല്ല വ്യക്തമായിട്ടുള്ള ഒരു വലിയ ബോർഡ് കൂടി ഇനി സ്ഥാപിക്കും എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് വി വസീഫ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഡിവൈഎഫ്ഐ 25 വീടുകളാണ് പ്രഖ്യാപിച്ചത്. ഈ വീടുകൾ നിർമ്മിക്കാനുള്ള പണം ഡിവൈഎഫ്ഐ കൊടുത്തിട്ടുണ്ട്. ആ പണം കൊടുത്തതിൻ്റെ എല്ലാ തെളിവും ഡിവൈഎഫ്ഐയുടെ പക്കലുണ്ട്. അത് ഏത് തലത്തിലും തുറന്നു കാണിക്കാൻ തയ്യാറാണ്, അത് കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ പിരിച്ച പണം എവിടെ പോയി എന്നും വി വസീഫ് ചോദിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് 30 വീട് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പിരിച്ച പണം എവിടെയാണെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിക്കണം. അത്തരത്തിൽ അതുപോലും ചെയ്യാത്ത കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിവാദത്തിൽ ഇടപെടുന്നത് നാണമില്ലാത്ത ഒരു കാര്യമാണെന്നും കൂടി വി വസീഫ് പറയുന്നു. അഞ്ജലി. ശരി ലിൻഡോ.